ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽവർ ആരോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഗൈസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു പുതിയ ബസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. സോ നമ്മുടെ പുതിയ ബസ് എടുക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 50 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ ബസ്സിൻ്റെ ഇനി വരാൻ പോണ പുതിയ ബസ്സിൻ്റെ ഒക്കെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതാണ്, നിങ്ങളിലോട്ട് എത്തും ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു ഗ്യാരേജിലാണ്, ഇങ്ങോട്ടല്ല, ഇതെന്താ പോകത്തെ ഇവിടെ പോടേ. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഗൈസ് നമ്മുടെ പുതിയ ബസ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് ബസ് എന്നൊക്കെ നമുക്ക് പതിയെ നോക്കാം ഗൈസ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തെന്ന് എല്ലാവരും ഉറപ്പ് വരുത്തുക ഗൈസ്. എങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ ബസ് അങ്ങോട്ട് അൺലോക്ക് ചെയ്താലോ ഗൈസ്. ഏതാണ് മോഡ് എന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഗൈസ് ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മോഡെന്ന്. സോ ഞാനേതായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല, വൈകിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബസ് ഗൈസ്. അപ്പോൾ വരഹ് എന്നാണ് ഗൈസ് നമ്മുടെ പുതിയ ബസ്സിൻ്റെ പേര് ഞാൻ ചെയ്തത്, അതായത് പേര് ഞാനിട്ടത് ഗൈസ് വരഹ് ട്രാവൽസ് എന്നാണ്. അപ്പോൾ സബ് നെയിം ഉണ്ട് ഗൈസ് നരസിംഹ എന്നാണ്. അപ്പോൾ ഈ അവതാരമാണല്ലോ ഗൈസ് വരഹിയും പിന്നെ നമ്മുടെ നരസിംഹ, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടത്. നരസിംഹ എന്ന് ഓൾറെഡി ഒരു ബസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വരഹ് എന്നിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മൾ സെഡാസ്ത്രയിലാണ് ഗൈസ് നമ്മുടെ വരഹ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതാ ഗൈസ് ഇവിടെ 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 റെഡ് ലൈറ്റാണ് ഗൈസ് കൊടുത്തിരിക്കുന്നത്. റെഡാണ് ലൈറ്റ് ഇടുമ്പോൾ അതെല്ലാം കൂടെ വേറെ കളറാകുന്നുണ്ട്, പക്ഷെ നമ്മൾ റെഡാണ് ഗൈസ് അവിടെ കൊടുത്തത്. പിന്നെ നമ്മുടെ ഇവിടെ സിൽവർ ആരോ എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സിൽവർ വേറെ ആരോ വേറെ ആക്കിയിട്ടാണ് ഗൈസ് ഞാൻ കൊടുത്തത്. ആദ്യം ഞാൻ ഒരുമിച്ചായിരുന്നു കൊടുക്കാൻ നോക്കിയത്, പക്ഷേ അതൊരു ഗെറ്റപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ഗൈസ് രണ്ടും വേറെ വേറെ ആക്കി കൊടുത്തു. പിന്നെ നമ്മുടെ സൈഡിൽ ഗൈസ് ഇവിടെ ഉണ്ട് വരഹെന്ന്. പിന്നെ ബാക്കിൽ നമ്മൾ നരസിംഹ എന്നാണ് ഗൈസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത്. അപ്പോൾ ഇതാ ഗൈസ് രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വാളും പിന്നെ ഇവിടെ ഒരു നമ്മുടെ അസ്ഥിക്കൂടത്തിൻ്റെ തലയും പിന്നെ ഒരു രണ്ട് തോക്കും വെച്ചിട്ടുണ്ട്. നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് KL 56S22222222 എന്നാണ് ഗൈസ്. അപ്പോൾ അത് വേറെ ഒന്നല്ല, KL നമ്മുടെ കേരള, പിന്നെ 56 എൻ്റെ ഒരു ഏരിയയിൽ 56 ആണ്. പിന്നെ S വരുന്നത് സിൽവർ ആരോൻ്റെ S ആണ്. SA ഇടായിരുന്നു ഗൈസ്. ഓക്കെ, അത് നമുക്ക് അടുത്തൊരു വണ്ടിയിലിടാം. അപ്പോൾ 2222 ഒന്നും നോക്കിയില്ല ഗൈസ്, വെറുതെ ഒരു നമ്പർ എടുത്താൽ കിട്ടാതാണ്. ഇനിയിപ്പോൾ 1 2 3 4 എന്ന് ഇടുമ്പോൾ അതൊരു ഗുമ്മില്ല, അതുകൊണ്ട് ഞാൻ ഗൈസ് 4 നമ്പറും 2222 തന്നെ ആക്കി ഗൈസ്. അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡ് ഒന്നും കൂടെ ഈ സൈഡിൽ വരകുന്ന തന്നെയാണുള്ളത്. സൈഡിൽ ഞാൻ വലിയ വർക്കൊന്നും ചെയ്തില്ല ഗൈസ്, വരകുന്ന ഇവിടെ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ നമ്മുടെ എൻജിൻ്റെ അതായത് നമ്മുടെ ക്യാബിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ബോർഡ് ഉണ്ട് ഗൈസ്, അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ പിക്സൽ നെയിം ബോർഡിൻ്റെ ബാക്കിൽ ഒരു ബോർഡ് വരുന്നുണ്ട്, അതിനും നമ്മൾ ഇൻറ്റീരിയറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പതിയെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് പതിയെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കുക ഗൈസ്. എന്ത് പറയുന്നു? അയ്യോ അതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിന്നൊരു ട്രിപ്പ് ഉണ്ട് ഗൈസ്. അതായത് നമ്മളിന്ന് ബസ് എടുത്ത് ചെറിയൊരു ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഗ്യാരേജിൽ ഡയറക്റ്റ് നമ്മുടെ സ്ഥലത്തോട്ടേക്ക് പോവാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് വർക്ക് എല്ലാം രാത്രി ആവാൻ നേരത്തില്ല ഗൈസ്. അത്യാവശ്യം നല്ല രാത്രി ആയതിനു ശേഷം നമുക്ക് ലൈറ്റ് ഇടാം. ഇപ്പോൾ അത്യാവശ്യം ഒരു വൈകുന്നേരം ഇതായെങ്കിൽ തോന്നുന്നു, അല്ലടാ? അതെ അതെ, ആണോ? ആണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ഒരു എന്താണ് ക്ലൈമറ്റാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്, പ്രകാശം നിറക്കിയ ബസ്സാണ് ഗൈസ് നമ്മൾ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇന്നാണ് എക്സ്ട്രാ ലൈറ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ പല്ല് ടീത്ത്, അയ്യോ ഇതെന്തോ പറയുന്നത്, അതെന്തേനും സംഭവം നമ്മുടെ അടിയിൽ ബമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ബമ്പറല്ല, ലിപ്പല്ലേ അത്, അതേന്ന് തോന്നുന്നില്ലടാ. അതെ അതെ, ഓക്കെ. അപ്പോൾ ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് പിക്സൽ നെയിം ബോർഡാണ്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ നോക്കിയാലോടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സിൽവർ ആരോ എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിൽ ഞാൻ ഈ ഒരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അധികം വർക്കൊന്നും വേറെ ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി എക്സ്റ്റീരിയർ ഒന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റ് പതിയെ പോകുന്ന വഴിക്കിടാം. നമ്മളെന്തായാലും നമ്മുടെ സ്ഥലത്തെത്താൻ രാത്രി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇടാം നമുക്ക് ലൈറ്റ്. അതുവരെ നമുക്ക് ഈ ഒരു വിൻറ്റേജ് മോഡിൽ പോവുക ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. റിവേഴ്സ് അല്ലടാ, ഫസ്റ്റ് ഗിയർ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബസ് പതിയെ ഫ്രണ്ടിലോട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് എക്സ്റ്റീരിയർ വ്യൂവിൽ തന്നെ എടുക്കുക. കാരണം കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഇൻറ്റീരിയറിലാണ് എടുക്കുക. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എക്സ്റ്റീരിയർ വ്യൂഡ് ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ബസ് ആ ഒരു വളവ് വളഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. എൻ്റെ മോനെ സീനില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് റോട്ടിലോട്ട് ഏകദേശം എത്താനായിട്ടുണ്ടാവണം. എത്തിയിടാ, അതേടെ എത്തി സ്ഥലത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. അതായത് ഈ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അവിടുന്ന് 2 വണ്ടി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ വണ്ണസും അതേപോലെ നമ്മുടെ ഒരു എലനാടുവിൻ്റെ വണ്ടിയാണെന്ന് തോന്നില്ലേ. എലനാടു അല്ലടാ, DN അല്ല, ഏതൊരു വണ്ടിയാണ് ഗൈസ്. അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും റോട്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ബസ്. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ ബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ റോട്ടിലൂടെയുള്ളൊരു വീഡിയോ, അതായത് ഒരു വർക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് കാണുക. ചരിത്രത്തിൽ നമ്മളൊരു ബസ് നിർമ്മിച്ചിരിക്കുന്നു ഗൈസ്. ഇനി എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നറിയില്ല. മിക്കവാറും ഞാനൊരു ബസ് ഡ്രൈവർ ആവൂടെ, അല്ല ബസ് മുതലാളിയാവും. നമുക്ക് ഇതേപോലെ ഒരു 5-6 ബസ്സൊക്കെ ഉണ്ടാവും. അടുത്ത നമ്മൾ സെഡോൺ ഇറക്കാം. സെഡോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വണ്ണസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബസ് എടുത്ത കാര്യത്തിൽ എടുത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വണ്ണസ് എടുക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വണ്ണസ് എടുക്കുക. ഞാൻ ഓൾറെഡി വണ്ണസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഡിസ്പ്ലേ നെയിം ബോർഡിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വണ്ണസാണ് ഗൈസ്, ഉറപ്പാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ബസ്സിൻ്റെ വീഡിയോയും വണ്ണസിൻ്റെ വീഡിയോയും കൂടെ ഒരുമിച്ചിടാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ 2 ബസ്സും കൂടെ ഇടുമ്പോൾ 2ൻ്റെ ഒരു പക്ക ഫീൽഡ് കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് കുറച്ച് നേരെ കിട്ടുന്നുള്ളൂ, അടുത്തത് 2 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ബസ്, അതപ്പോൾ റെഡിക്ക് കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാഞ്ഞത്. സ്റ്റക്ക് ഉണ്ടോടാ. നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയല്ലോ അടുത്ത്. നമ്മുടെ സെറ്റിങ്സ് വിഷ്വലെല്ലാം ലോ ആണല്ലോ, നമുക്കിത് മിഡിലിട്ടിട്ട് ലോയിലേക്കാക്കാം. ഗൈസ് ഇപ്പോഴും സ്റ്റക്ക് ഉണ്ടാകും, ഇപ്പോൾ സ്റ്റക്ക് കൂടാനാണ് ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ വലിയൊരു വളവ് വരുന്നുണ്ട്. നമ്മളിതുവരെ ഇൻറ്റീരിയറിലോട്ട് ഇട്ട് ഡ്രൈവ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിതൊന്ന് ലോയിലേക്ക് ആക്കട്ടെ നമ്മുടെ വിഷ്വല്. ഞാൻ ലോയിലിടുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലോയിൻ്റെ ഡിവൈസാണ് ഗൈസ്. ഇനി പുതിയ ഫോണൊക്കെ എടുത്തിട്ട് വേണം ഒന്ന് പെവർ ആവാനായിട്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടുന്ന് വളയണം ഗൈസ്. ഇത് 1 വേ ആയതുകൊണ്ടാണ് ഞാനൊന്നും നോക്കാണ്ട് ഇങ്ങനെ എടുക്കുന്നത്. വേറെ വഴി അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് നൈസായിട്ട് എടുത്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ ഇടാം. അപ്പോൾ ഇൻറ്റീരിയറിൽ ഞാൻ ലൈറ്റ് കാണിച്ചു തരാം. നമ്മുടെ സിൽവർ ആരോനൊക്കെ ലൈറ്റിൻ്റെ ഗൈസ് ഉള്ളിൽ കാണിച്ചു തരാം. അയ്യോ അങ്ങനെയല്ല ഗൈസ്, കൊണ്ടോ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇൻറ്റീരിയറിലെ ലൈറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും, എക്സ്റ്റീരിയറിൽ ഇപ്പോൾ കാണിച്ചു തരില്ല കേട്ടോ. എക്സ്റ്റീരിയർ നമ്മൾ സമയം ആയതിനു ശേഷം ഗൈസ് കാണിച്ചു തരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹസാർഡ് ലൈറ്റ് ഇടാം, ഡബിൾ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ലൈറ്റ്. ഓക്കെ, അതിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ണസിൻ്റെ ഇതിൻ്റെ വീഡിയോ ഒരുമിച്ചിടണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം 2 പ്രാവശ്യം വീഡിയോ എടുത്ത് ഗൈസ്, എന്നിട്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ ഒരു ബസ്സിൻ്റെ ഒരു വീഡിയോ ശരിക്കും ഇന്നലെയോ മെഞ്ഞാന്നോ ശരിക്കും വരേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് 30-ാം തീയതിയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ തന്നെ വരണമെങ്കിൽ 28-നോ 29-നോ ഒക്കെ ഇന്നലെയോ മെഞ്ഞാന്നോ വരേണ്ട വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 30-ാം തീയതിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെയൊക്കെ ആയിരിക്കും ഇറങ്ങുള്ളൂ. ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇടും. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് വൈകുന്നേരം. എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇടും. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. നിർത്തടാ. ഓ ജസ്റ്റ് മിസ്. ഞാൻ വിചാരിച്ചിട്ടോ തട്ടിന്ന്. ഞാൻ അങ്ങനെ കുറേ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഒന്നായിരുന്നു ഇത്. എടാ സൈഡ് നോക്കിയടാ. ഓ, ഭാരത് ബെൻസ് വേഴ്സസ് അവർ വരവ്. എടാ സൈഡിൽ നോക്കിയടാ. ഇത്ര ഇതെന്താ സൂം ഔട്ട് ആവാത്ത? ഓ സോറി. യാ, എടാ സൈഡ് ഇത്ര വേണ്ട. ഇത് മതി. സൈഡിലോട്ട് നോക്കിക്കുക. ഒരു ബീച്ചാണ് ഗൈസ് സൈഡിൽ നിങ്ങളിപ്പോൾ കണ്ടുവരുന്നത്. നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബീച്ച് സൈഡാണ്. അപ്പോൾ ബീച്ചൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇന്നൊരു ലക്ഷ്യം വെക്കുകയാണ് ഗൈസ്. നമ്മൾ 100 ലൈഫ് വേണ്ട, അതൊക്കെ ഭയങ്കര ടഫുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 200 സ്പീഡ്, അതായത് നമ്മളെ സ്പീഡ് 200 അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ഇന്നലെ പോവാത്തെ. മൈ ഗോഡ്, ആരടാ അത്? ഹായ് അണ്ണാ, എപ്പടി ഇന്നലെ കുക്കറാ? ഓ ഇവിടുന്ന് തന്നെ ഞാൻ വിചാരിച്ച ബസ്സിലിടുന്ന കുക്കറിൻ്റെ സൗണ്ട് നോക്കി. സോറി, അതെൻ്റെ വീട്ടിൽ ഇവിടുത്തെ വൈബ് നോക്കിയടാ.
ഷിൻ്റെ അളിയോ സീനില്ലേ ഷിൻ്റെ മോനെ നൈസ് അത് ശരി പിന്നെ അതിനൊക്കെ ഇത്രയും നേരം അവിടെ അഭിനയിച്ചിരുന്ന കള്ള എന്താ നോക്കിയടാ ഓ ഷിൻ്റെ മോനെ എടാ നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബസ്സൊന്നും ഇവിടെ സൈഡാക്കി നമുക്ക് അതൊന്ന് കണ്ടേച്ചും വരാം കേട്ടോ ഓക്കെ അയ്യോ ഹായ് സോറി ആളെ എടാ ഞാൻ ഈ വീട്ടിൽ കുക്കർ ഇങ്ങനെ വിസിലടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ പേടിക്കുന്നു ഷിൻ്റെ മോനെ നോക്കിയടാ യേശോദേ ചത്തിലടാ എടാ ഞാൻ വിചാരിച്ചു ചാടും വലിയ ചാട്ടമൊന്നുമില്ല എൻ്റെ അടിയിലെന്താ അയ്യോ ഷിൻ്റെ മോനെ നോക്കിയടാ അടിപൊളിയായിട്ടുണ്ടല്ലേ അയ്യോ വെള്ളം കൂടിയടാ ഓ ഇത് തിരമാല അടിക്കുന്ന കേട്ടോ ഹായ് തല പൊങ്ങോടാ ഷിൻ്റെ മോനെ നൈസ് വ്യൂ കേട്ടോ എൻ്റെ അളിയാ സീൻ അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് പോട്ടെ എടാ കല്ലിനടിച്ച് ചാവല്ലടാ സത്ത് പൂടാ കയറടാ എടാ പെട്ടോ ദേവിയേ കുടുങ്ങിയടാ ഇവ കുടുങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കിയാലോ ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബസ്സായിട്ട് നല്ലൊരു വ്യൂ അല്ലടാ നമ്മുടെ പയ്യനാട് നിന്ന് കുടുങ്ങി പോയി പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് കയറാം അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഗൈസ് ഇത് കുറച്ച് ദൂരം കഴിയുന്നുണ്ട് ലെറ്റ്സ് ഓക്കെ നമ്മളങ്ങനെ ഒരു സിറ്റി സ്ട്രീറ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുന്നതല്ല കാരണം നമ്മൾ കുറേ പോകാനുള്ളതാണ് വലിയൊരു മാപ്പ് അത്യാവശ്യം എടുക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ലൈറ്റ് രാത്രി ഇടാന്ന് പറഞ്ഞത് നമ്മൾ ഏതായാലും സ്ഥലത്തെത്താൻ നല്ല രാത്രിയാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഗൈസ് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് ഹോൺ അടിച്ചുകൊണ്ട് കയറും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ 200 അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പൊരു ലൈക്ക് ചെയ്യണം പിന്നെ ഒരു കമൻറ്റും കൂടെ ചെയ്യുക ഗൈസ് ഒരു നമ്മുടെ ബസ് വരുന്ന ഒരു വൈറ്റ് റെഡ് അല്ല അപ്പോൾ ഒരു വൈറ്റ് റെഡ് ബ്ലാക്കില്ലല്ലോ വൈറ്റ് റെഡ് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ് നമ്മൾ നോക്കട്ടെ ആർക്കൊക്കെ നമ്മുടെ ബസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു വൈറ്റ് വിത്ത് റെഡ് അതായത് വൈറ്റും റെഡും കൂടെ ഒരുമിച്ചുള്ളൊരു ഹാർട്ട് ഉണ്ട് തോന്നുന്നു അങ്ങനെ അടിച്ചോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹാർട്ട് റെഡ് ഹാർട്ട് രണ്ടും കൂടെ എടുത്ത് കമൻറ്റ് ചെയ്ത് പൊട്ടിക്കുക ഗൈസ് നമ്മുടെ കമൻറ്റ് ബോക്സ് നിറഞ്ഞ് കിടക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയുടെ പൊന്നളിയൊന്ന് പറയണം എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് എടുത്തോ നമ്മുടെ ബസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഗൈസ് എന്തായാലും കമൻറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ ബസ് എടുക്കും ഗൈസ് അത് ഞാൻ ആക്കി പറഞ്ഞതല്ല പെട്ടെന്ന് വന്നപ്പോൾ ഒരു നാക്കി കഴിഞ്ഞു പോകുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഞാൻ ഇനിയും ബസ് ഇറക്കും ഗൈസ് അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ലിവർ ഞാൻ ഉറപ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ നമ്മൾ മീഡിയ ഫയറിൻ്റെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് അല്ല ആപ്പല്ല സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ലൊരു ലിവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക വൈറ്റ് റെഡ് ഹാർട്ട് ഓക്കെ ഇവരോട് നോക്കില്ല എന്തിനത്ര കഷ്ടപ്പെടുന്നു അപ്പുറത്തൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ 8 നിരക്കി മുഞ്ചു ഗൈസ് നമ്മൾ മാർക്കറ്റില്ല കേട്ടോ നമ്മളിന്ന് 200+ സ്പീഡ് 200+ അല്ല 200 അടിച്ചാൽ മതി അത്രേ ഉള്ളൂ പ്ലസ് വേണേൽ പ്ലസ് ഞാനാക്കും മൈനസ് വേണേൽ മൈനസും കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ പറപ്പിക്കാൻ പോകട്ടാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ മാപ്പ് തീരാണെന്നാൽ മതിയായിരുന്നു ഗൈസ് ഓക്കെ ഗിയർ മാറ്റി അയ്യോ ബസ് കളി ആളും പറയുന്നുണ്ട് മാറ്റാനായില്ല കൊടു റേസ് ഓടി പോട്ടെ വിട്ടോ പറപ്പിക്ക് ശരാ മുന്നിൽ വണ്ടിയൊന്നും വരല്ലേ കൃഷ്ണ വിടുന്ന ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി 10 ഞാനെന്താ കണ്ണും പോയല്ലേ 170 172 175 എടാ 200 അടിക്കടാ 200 അടിക്കണം ഗൈസ് എങ്കിലേ നമ്മുടെ ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചു ഗൈസ് 193 വണ്ടി വളയൊന്നും ചെയ്യല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ KSRTC കൊണ്ട് എടാ ഇതെന്താ ഓ പെട്രോൾ തീർന്നു യൂസ് ഫ്രീ മണി അടിച്ച് വീട് പെട്രോൾ അങ്ങോട്ട് 98 സോ ഗൈസ് നമ്മൾ 200 അടിച്ചു ഗൈസ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിക്കി പിന്നെ നമ്മുടെ വൈറ്റും റെഡും ഹാർട്ട് അല്ലെങ്കിൽ റെഡും വൈറ്റും ഹാർട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ് 200+ എന്ന് പറഞ്ഞാൽ നമ്മൾ 200+ തന്നെ എടുക്കൂടാ എടാ ഈ 200+ തന്നെ നമ്മൾ എടുക്കൂടാ അങ്ങനെ നമ്മളിതാ ഫൈനലി ചരിത്രത്തിൽ രണ്ടാമതോ മൂന്നാമതോ അങ്ങനെയാണ് നമ്മൾ 200 അടിച്ചു ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യത നേരെ ഇരുട്ടി വരുന്നുണ്ട് നമ്മൾ ലൈറ്റ് ഓണാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ് നമ്മളങ്ങനെ 200 അടിച്ചു ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഗൈസ് നിങ്ങളുടെ വാക്ക് നിങ്ങൾ പാലിക്കുക ഗൈസ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ
അടിച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നിറക്കി ഗൈസ്. എന്ത് വെയിറ്റ് ചെയ്യണം, ചെല്ലങ്ങോട്ട്. നമ്മൾ ഈ ഒരു മാപ്പ് കഴിയാനായി. ഈ ഒരു ലോഡിംഗ് ആണ് ഗൈസ് നിങ്ങളുടെ ആ ഒരു സമയം. ഈ ഒരു ലോഡിങ്ങിലൂടെ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നിറച്ച് ലൈക്ക് അടിക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ. ഇപ്പോൾ തന്നെ എല്ലാവരും ചെന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ബോക്സ് നിറക്കി ഗൈസ്. അവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും ഗൈസ് നിങ്ങൾക്ക് വേണ്ടി. ലെറ്റ്സ് ഗോ, കമോൺ കമോൺ, വേഗം ചെയ്യ് ഗൈസ്. ഈ ലോഡിങ് കഴിയാനായിട്ട് ഇത് കഴിയുന്നവരാണ് നിങ്ങളുടെ സമയം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി ചെയ്തോ. വേഗം ഇത് കഴിയാനായിട്ടാ. ഇതാ ലോഡിങ് പകുതിൻ്റെ മുകളിൽ കയറി ഗൈസ്. ഇതേ 3:45. ആ ഗൈസ് സമയം കഴിഞ്ഞു ഗൈസ്. ഈ കഴിഞ്ഞില്ലല്ലോ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റ് ബോക്സ് നിറച്ചേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മളങ്ങനെ പറച്ചു ഗൈസ്. ഞാൻ ഹാപ്പി ആയിടാ. ഓക്കെ, അയ്യോ ഓക്കെ. നമുക്കുണ്ട് ഹെഡ്ലൈറ്റ് ഡുണ്ടും. അയ്യോ, നമ്മുടെ കൊമ്പൻ നമ്മളങ്ങോട്ട് ആക്കി കാണിക്കട. ഹെഡ്ലൈറ്റ് പിടിച്ചത് നമ്മളെ വെറുതെ വിടുക. നമ്മളാരാ കൊമ്പൻ്റെ വിചാരം. പക്ഷെ കൊമ്പൻ സീനൊക്കെ ഒന്നും പറയണ്ട. കൊമ്പനല്ലേ, അതുകൊണ്ട് അടുത്ത കൊമ്പൻ വീഴും. എപ്പോൾ കഴിയും അത്? നീ മുന്നിൽ പോയ ഒരുത്തനോടുണ്ട്, അവനോട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഞാൻ നിനക്ക് കാണിച്ചു തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ലിമിറ്റഡിനൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മളിത് 204 ഗൈസ്. നമ്മൾ 205 അടിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചില്ല. 204 ഗൈസ്. 200+ എന്ന് പറഞ്ഞാൽ നമ്മൾ 200+ അടിച്ചിരിക്കണം. +1 അല്ല ഗൈസ്, +2 അല്ല, +3 അല്ല, +4 അടിച്ചതാണ് ഗൈസ്. നമ്മൾ 5 അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ട് +4 വരെ ഞാൻ നല്ല ഉറപ്പോടുകൂടി പറയുകയാണെങ്കിൽ ഞാനിത് സൂക്ഷിച്ച് നോക്കിയതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ 200 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലും നല്ല എന്താണ് ഗ്രാഫിക്സ് എന്നൊക്കെ മറ്റേ പിക്കാക്സോ നമ്മൾ മറ്റേ ക്യാമ്പിലാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഫോണിൽ അത് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, നമ്മളൊരു മറ്റേ വർക്കില്ലേ, എന്ത് വർക്ക് ഇവിടെ ഈ സ്റ്റിക്കറൊക്കെ ഉള്ള പുതിയ ബസ് ഇറക്കുന്നതാണ് ഗൈസ് നമ്മളെ വരവിൻ്റെ. സിൽവർ ആരോൻ്റെ പുതിയ ബസ് വരുന്നതാണ് ഗൈസ്. സിൽവർ ആരോൻ്റെ പുതിയ ബസ് നിങ്ങളിലോട്ട് എത്തുന്നതാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക ഗൈസ്. എങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസും പുതിയ ബസ്സസും നിങ്ങളുടെ കൈകളിലോട്ട്, നിങ്ങളുടെ മൊബൈൽ അഥവാ ലാപ്ടോപ്പ് അഥവാ കമ്പ്യൂട്ടർ അഥവാ ടാബ്ലറ്റ് എല്ലാത്തിലോട്ടും നമ്മുടെ പുതിയ ബസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. എന്നിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അടിച്ചില്ലെങ്കിൽ പോയി ഗൈസ്, നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ പുതിയ ബസ്. അപ്പോൾ ബെല്ലൈക്കൺ മസ്റ്റാണ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്നാൽ പെട്ട്. ഓക്കെ ഇതാ ഗൈസ്, ആ സൈഡിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അന്തരീക്ഷം ഗൈസ്. നമ്മുടെ ബസ്സിൽ ഫുള്ള് ചെടി പിടിച്ചാൽ അവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. നമ്മൾ 100 പറപ്പിക്കായിരുന്നു, സ്പീഡ് കുറച്ചായിരുന്നു. ഓക്കെ നോക്കിക്കടാ, എൻ്റെ മോനെ സീൻ തന്നെ. അയ്യോ അങ്ങനെ തന്നെ, ഗുഡ് ബൈ. ഞാൻ ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ബോർഡ് എടുത്തോളാം. അങ്ങോട്ടാടാ പോയി. ആടാ, ഞാൻ ആ വഴി കൂടെ ഒരു പ്രാവശ്യം പോയി നോക്കിയതാ. പക്ഷെ എൻ്റെ മോനെ ഒന്നും പറയണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ ഇജാതി പെടല്. നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ നോക്കിയടാ. ഈ ഫ്രണ്ടിലൊന്നും അല്ല, അതെന്തറാ അങ്ങനെ. ഇത് ഇടിച്ചിട്ട് തട്ടിപ്പോയിട്ട് അല്ലടാ, ചുളിവല്ല അത് ചെളി പിടിച്ചതാട്ടോ. നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം. അപ്പോൾ ഞാനൊരു നമ്മുടെ വാഷിങ്ങിൻ്റെ ഏരിയ എവിടെയും വരുന്നുണ്ടോ? ഇല്ലടാ, ഇനി അടുത്ത സ്ഥലത്ത് നമ്മുടെ പുറകിലും കണ്ടോ. ഫോണിൽ ചാർജില്ലടേ നോക്കടാ. ഒരു പെട്രോൾ പമ്പ് കൂടെ, അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് അടുത്ത പെട്രോൾ പമ്പ്. പക്ഷെ എന്താ പറയുക, വേറെ ഒരു വാഷിങ്ങിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ ബാക്കിൽ മാത്രം ഇത്രയും ചാടി, സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിലില്ലല്ലോ. എൻ്റെ മോനെ ഓരോ ടെക്നോളജിയാസ്. അപ്പോൾ നമുക്ക് പറപ്പിച്ചൂടെ. അയ്യോ അങ്ങനെ തന്നെ, ഗുഡ് ബോയ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇടിച്ചടാ, ഇതായിരിക്കും വെച്ചതാ. പക്ഷെ എൻ്റെ മോനെ ആരെ ബ്രേക്കാണാവോ അത്രയും പവർ. കൊമ്പനോടെ ഡ്രിഫ്റ്റ് അടിച്ച് പോയതാണെന്ന് തോന്നിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ അകത്തോട്ട് കയറാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇന്നലെ രാത്രി ആവാത്ത നമ്മളെ ലൈറ്റ് വർക്ക്, നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാനൊന്നുമില്ല, വാശിയാൽ മാത്രമേ ഉള്ളൂ. കഴുകി അടിപൊളി സുന്ദര കുട്ടപ്പനാക്കി ഇടാം. നമ്മുടെ ഗ്യാരേജിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോൾ എന്ത് രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഉണ്ടോ, ഒരുമാതിരി ചളി പിടിച്ചില്ല. എനിക്ക് ഇഞ്ചിയുടെ മതിയോ ഇതുള്ളല്ലോ. പോലീസുകാരനെ ബോണറ്റിലുണ്ടാവും. ബോണറ്റ് എഞ്ചിൻ്റെ അകത്തുണ്ടാവും. ഓവർടേക്കിംഗ് ഇസ് പ്രൊഹിബിറ്റഡ് സ്റ്റിൽ ബട്ട് ഐ എം ഓവർടേക്കിംഗ്. തട്ടല്ലേ. കൺട്രോൾ പോയി തലയാണ്. ഞാൻ കിടക്കാൻ കളിക്കുന്നു. എൻ്റെ ബെഡിലൊരു പിള്ളേ കിടക്കുന്നത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ. ഓക്കെ, അവിടെ ഒരു അന്തരീക്ഷ പാടാ. അത് ആർക്കും വേണ്ടാത്തൊരു വേസ്റ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ നടുക്കൂടെ റോഡ് വെച്ചിട്ടുണ്ട്. ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ നഗരെത്തി.
അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ നഗരത്തി. അയ്യ എന്താ അല്ലേ. ഓക്കെ ഗൈസ്, നൗ ഓൾസോ യുവർ ടൈം സ്റ്റാർട്ട്. ഗോ ആൻഡ് ലൈക്ക് ആൻഡ് ഫില്ല് ദ കമൻറ്റ് ബോക്സ്. പോയി ലൈക്ക് അടിച്ച് കമൻറ്റ് ബോക്സ് ഒന്ന് നിറക്കടേ. ഓക്കെ, ലോഡിങ്. നിങ്ങളുടെ സമയം കഴിയാനായിട്ടാ. ഈ ഓരോ ലോഡിങ്ങും നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. ലോഡിങ് കഴിഞ്ഞാൽ എൻ്റെ പണി, ലോഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ പണി. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി എല്ലാം ചെയ്തുള്ളടായി. നിങ്ങളുടെ ഡ്യൂട്ടി കഴിയാനായിരിക്കണു. കഴിഞ്ഞു ഗൈസ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, ഇനി എൻ്റെ ഡ്യൂട്ടി ഡ്രൈവ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബസ്സിനോട് ഇന്തോനേഷ്യ ഇതേപോലെ സ്റ്റിയറിംഗ് ഹോൺ മാറ്റാം ഗൈസ്. ഇതെൻ്റെ സ്റ്റിയറിംഗ് ഹോൺ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബസ്സിനോട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നില്ല ആരും വിഷമിക്കേണ്ട ഗൈസ്. നമ്മുടെ ചാനലിലുണ്ട്. എടാ അതങ്ങോട്ടാടാ വഴി. ഇത്രയും സ്പീഡിൽ ഞാൻ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വഴി എൻ്റെ ബസ്സിനോടുള്ള വിടില്ല ഞാൻ. അയ്യേ, അവിടെ വരുള്ളൂ. ഓക്കെ ഗോ. ഇത് ഫസ്റ്റ് ഇയർ ഡ്രൈവ് ചെറിയൊരു ഇതായിട്ട് അപ്പം നമ്മൾ മിനി ലൈറ്റ് ഇട്ടു. നമ്മുടെ പിക്സൽ നെയിം ബോർഡ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അത് ലൈറ്റ് എല്ലാം ഒരുമിച്ച് കാണിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും ഞാൻ കാണിച്ചു തരില്ല. ദിസ് ഈസ് നോട്ട് ദ ടൈം ഡേ. ഓക്കെ, ടൈം ആവട്ടെ. അത്യാവശ്യം രാത്രി വരും കേട്ടോ. നമ്മുടെ സമയം എടുത്തു ഗൈസ്. അതായത് കാണിച്ചു തരാനുള്ള സമയം എടുത്തു. ഇന്നത്തെ താമസവും ഇത്രയും സ്ഥലം പോലെ മാറുന്നത് ലോറിയാ. അയ്യോ പെട്ടടാ എവിടേക്കോ തട്ടുണ്ട്. അവൻ അത്രയും സ്ഥലം കിട്ടിയിട്ടാകും പോരാ. അവൻ ഇവിടെ തന്നെ ലോറീൻ്റെ മുന്നിലും ആ ലിമിറ്റഡിൻ്റെ ബാക്കിലും കയറിയാലും അവന് സ്ഥലം കിട്ടി. ഒരു സൈഡ് അങ്ങനെ വേണം സ്ഥലമൊക്കെ തരുമ്പോൾ. ഒരു വണ്ടി ബാക്കിൽ നിന്ന് 100 പറപ്പിച്ച് വരുമ്പോൾ മുന്നിൽ കുത്തുന്ന ഇൻഡിക്കേറ്റർ ഇടുന്നു. അവനോട് വളയുന്നില്ല. അവൻ്റെ നടുവൊക്കെ അടിച്ച് പൊളിച്ച് എൻ്റെ പോകാൻ പറയണം. ഓക്കെ, ഞാൻ പോയി അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗെയിമിലുണ്ടല്ലോ, ഗെയിമായി പോയി. ഗെയിം എല്ലാവരും ഇപ്പോൾ സംഭവിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണേ. മാറടാ. ഇവൻ മാറത്തുമില്ല, ഒരു തേങ്ങ നടക്കത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ്. ഓക്കേ, മാസ്മരികമായ ഓരോരോ വളവുകളെ. പക്ഷെ എന്ത് പറയാനാ, ഓരോരോ കാര്യങ്ങൾ. എടാ ഇവിടെ ഇപ്പോഴല്ലടാ സിഗ്നൽ കഴിഞ്ഞ അപ്പോഴത്തേക്ക് KSRTC പോയിരുന്നു. വേറെ ഏതും പോയിക്കൂടാന്നില്ല ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ചെറിയ കാറുകാരും പ്രശ്നക്കാരും ഇല്ലടാ. മറ്റേ കാറിനൊക്കെ ഇഷ്ടമായി. ഇങ്ങനെ പോവാ. സോറി ബ്രോ, ആള് മാറിപ്പോയി. ലൈഫിലൊന്നും കുഴപ്പമില്ലല്ലേ. ബസ്സൊക്കെ കണ്ടീഷനുണ്ടായി. ഇയാളെ മാറ്റുന്ന സമയമുണ്ട്. നമുക്ക് ഇതിലൂടെ പോയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ പോവാം. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് എടുക്കുക. ഇവിടുന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മാറ്റുന്നതായിരിക്കും ബെറ്റർ. ഓന് ഞാൻ ലോറീൻ്റെ മുന്നിൽ കയറിയാലേ എൻ്റെ ഇൻഡിക്കേറ്റർ വളയൂ. ഇനിയും വളർന്നിട്ട് വലിയ കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് പോകണം. ഗ്രീൻ സിഗ്നൽ എന്നാൽ പിന്നെ ഒന്ന് മാറും. ഹലോ. എൻ്റെ മോനെ ഒന്നും പറയാനില്ലടാ എന്നോട്. അങ്ങനെ ആവശ്യമുള്ളിടത്തൊന്നും വളയില്ല. ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അവൻ്റെ ഇൻഡിക്കേറ്റർ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ പോയത്. വളഞ്ഞ ഏതായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. രാത്രിയാവുന്നു. നമ്മുടെ സമയം എടുത്തു. നോക്കട്ടെടാ, ലൈറ്റ് ഓഫ് ആക്കിയാട്ടാ. എൻ്റെ മോനെ ഫുള്ള് ചളി. അയ്യേ, എൻ്റെ അളിയ ഒന്നും പറയാനില്ല. നമ്മൾ നേരെ നമ്മുടെ വാഷിംഗ് ആണ് ഗൈസ്. നേരെ വാഷിംഗ് കഴിഞ്ഞാൽ വാഷിംഗ് ഉണ്ടായിരുന്നു. റിപ്പയർ ബാക്കിലുണ്ട് ഗൈസ്. വാഷിംഗ് ഇല്ലേ? അവിടെ ഉണ്ട്. ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ നേരെ വാഷിങ്ങിലോട്ട് എടുക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഓക്കെ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലടാ. ഓക്കെ, 218. വേറെ എന്ത് വേണം? ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ലൈറ്റ്
അത് വാഷിങ് കഴിഞ്ഞിട്ട് ഇവിടെ വാഷിങ് ഇറക്കുമ്പോൾ നമ്മൾ ബസ്സിൽ ലൈറ്റ് ഇടുക. അപ്പോൾ ഇതൊക്കെ രാത്രി ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടു. സ്ട്രീറ്റ് ലൈറ്റ് അല്ല സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ മുന്നിൽ വരുന്ന ബസ്സൊക്കെ ലൈറ്റ് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ലൈറ്റ് ഇടാൻ പോകുന്നു. പക്ഷേ ബസ് കഴുകാൻ പോകുന്നു. അവിടെ നിന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കഴിവേറികളാവുന്നു. അതായത് മോഡിഫിക്കേഷൻസ് അല്ല ലൈറ്റ് വർക്ക്. നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് അത്ര വലിയ ലൈറ്റ് വർക്കൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ലൈറ്റ് വർക്ക്. പക്ഷേ സീന ഞാൻ പറയണം, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചെറിയ ലൈറ്റ് വർക്ക് എന്നൊന്നും പറയുന്നത് എന്ത് നല്ല ലൈറ്റ് വർക്ക്. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ലൈറ്റ് വർക്കൊക്കെയാണ് ഗൈസ് ലൈറ്റ് വർക്ക്. വേറൊക്കെ എന്ത് ലൈറ്റ് വർക്ക്. പബ്ബിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ കാര്യം. നമ്മൾ കൊമ്പൻ്റെ പഴയ ബോംബെ ഉണ്ടല്ലോ, പക്ഷേ ഏത് ലെവലാണെന്നറിയും. അതിൻ്റെ അകത്തൊക്കെ കയറണം. അതൊരു പബ്ബ് വൈബാ. ഓക്കേടാ, അപ്പോൾ ഞാനെന്ത് ഇൻ്റർനെറ്റ് ഒന്ന് ഓണാക്കട്ടെ. മറ്റിവിടുന്ന് എവിടെടാ പറ്റിച്ചതാ എവിടെ? ഇവിടെയാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഒക്കെ നിന്നിട്ടുണ്ട്. എല്ലാവരും ഒരു സൈഡ് കയറി കഴിച്ചാൽ എൻ്റെ അളിയാ നമ്മുടെ ബസ് വഴിയുടെ കയറി. അയ്യോ ലൈറ്റ് കണ്ടേ പറ്റിച്ചേ, സോറി. 5% പോലും ഇല്ലടാ വണ്ടിയിൽ. ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് കഴുകിയിട്ട് പുറത്തിറക്കാം കേട്ടോ നമ്മുടെ ബസ്. അപ്പോൾ ഞാനൊന്ന് ഇവിടെ നൈസായിട്ട് ഇവിടെ കയറ്റിയതിന് ശേഷം ഞാൻ ഫോണൊന്ന് ഒരു 5 മിനിറ്റ് ചാർജർ ഇട്ടതിന് ശേഷം വീണ്ടും വരാം കേട്ടോ ഗൈസ്. ഓക്കെ, അവിടെ നിർത്തിക്കോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫോൺ ഒരു 5 മിനിറ്റ് ചാർജർ ഇടറാ, എന്നിട്ട് വരാം. സോ ഓക്കെ ഗൈസ്, നമ്മുടെ ബസ് ഇതാ അങ്ങനെ ഇവിടുന്ന് വാഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ മോനെ സീൻ കേട്ടോ, നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഗൈസ് നമ്മുടെ ബസ് അങ്ങനെ. സോ ഗൈസ്, നമ്മുടെ ബസ് ഇതാ അങ്ങനെ ഫുള്ളി സെറ്റപ്പ് ആയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് അവിടെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ ബസ് പതിയെ അങ്ങോട്ട് ഇറക്കാം ഗൈസ് നമ്മുടെ റൂട്ടിലോട്ട്. അതിന് ശേഷം നല്ലൊരു ഡാർക്ക് സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഗൈസ് നമ്മുടെ ലൈറ്റൊക്കെ അങ്ങോട്ട് ഓൺ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, അതും കൂടെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. അതിന് ശേഷം നമുക്ക് റൂട്ടിലോട്ട് ഇറക്കാം. ടയർ ഫുള്ള് പിടിച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഏതായാലും നമ്മുടെ ബസ്സിൻ്റെ ലൈറ്റ് അങ്ങോട്ട് ഓൺ ചെയ്താലോടാ. ഇത് പറഞ്ഞിട്ട് ഈ ഒരു ലോഡിങ് ആയിട്ടാ അടുത്ത ലോൺ ചെയ്യാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്താ ഫുള്ള് നൈറ്റ് ആയിട്ട് ഓൺ ചെയ്യണോടാ. നമ്മൾ പറയുക ചെറിയ ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സ്മോൾ ലൈറ്റ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇപ്പോൾ ഓൺ ചെയ്തുതരാം. ഇതല്ല മാറിപ്പോയി. ഓക്കെ, ഇപ്പോൾ ഓൺ ചെയ്തത് ഗൈസ്. നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഒരു ഏതായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ല ഗൈസ്, 2 മിനിറ്റ് കൂടെ. അതുകൊണ്ട് ആ ലൈറ്റും കൂടെ ഉള്ളൂ ഗൈസ്. ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലടാ. ഇവിടെ നിർത്തി വേണ്ട, ഇവിടെ നിർത്തി ബ്ലോക്ക് ആവും. ഓക്കെടാ, സൈഡിൽ വണ്ടി പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ലോഡിങ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ. ഒന്നും പറയണ്ട, നമ്മുടെ മെയിൻ പരിപാടിയാണ്. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യ്. വി ആർ ഗോയിങ് ഗൈസ്, ഗോയിങ്. വേഗം പോട്ടെ, എടാ ലോഡിങ് ഒക്കെ മതി. അടുത്തത് ഓക്കെ, ഞാനിത് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരു ഡാർക്ക് സ്പോട്ട് അവിടെ ഇടാം. നമുക്ക് ഇവിടെ അങ്ങോട്ട് നിർത്താം. അത്യാവശ്യം ഇരുട്ട് കാണുന്നുണ്ട്. എൻ്റെ അകത്തോട്ടൊന്നും കയറ്റി നിർത്താൻ പറ്റില്ലടാ. അകത്തോട്ട് കയറ്റി നിർത്താൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ട്, അവിടെ നിർത്താട്ടെ. അതല്ല, ഈ ഒരു കവാടമാണ് അവിടെ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ലൊരു വഴി ആയിക്കോട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് സോറി ഇത് ഞാൻ വേഗം പോവാം. ആരും പേടിക്കണ്ട, ഞാനിത് പോയി. നമ്മുടെ സ്ഥലം എത്താനായി. ആരും പേടിക്കില്ല. നമ്മളെ ലൈറ്റ് വർക്ക് ഇതാ കേസ് വരുന്നു. നമ്മൾ കാത്തിരുന്ന് വേണമല്ലോ. നമ്മൾ കാത്തുനിന്നിരിക്കേണ്ട കേസ് നമ്മളിത് എത്താറായി. ചെറിയൊരു ഓക്കെ, ഇവിടെ നിർത്താം. ഇവിടെ അല്ല. ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നിർത്താം കേസ് നമ്മുടെ ബസ്. അവിടെ വേണ്ടടാ, അവിടെ ശരിയാവണില്ല. അവിടെ ഞാൻ നോക്കി, പക്ഷേ ശരിയില്ല. കിട്ടിപ്പോയി. ഓക്കെ, ഇവിടെ നിർത്താം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ലൈറ്റും കൂടെ, അതിന് ചിന്ന ലൈറ്റും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് വർക്ക് വരുന്നുള്ളൂ ഗൈസ്. നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചെങ്കിലും അതിന് പറ്റിയൊരു നമ്മുടെ പ്രതീക്ഷിപ്പിച്ച ഒരു സംഭവം വന്നില്ല എന്നുള്ളൂ. ഇതെന്താ ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണ്. ഓക്കെ, വൈപ്പറും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലും കൂടെ എഴുതുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ ഇതിന് കാണിക്കാനൊന്നുമില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരടെ. ഈ നരസിംഹയ്ക്കും കൂടെ ഞാനൊരു ലൈറ്റും കൂടെ കൊടുത്തു. ഏതായാലും വരക്ക് മുന്നിൽ കിടന്ന് കത്തല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ നരസിംഹ ബാക്കിൽ കിടന്ന് ബോറടിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ നരസിംഹയ്ക്കും കൂടെ ഒരു ലൈറ്റും കൂടെ കൊടുത്തു. അത്രേ ഉള്ളൂവെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ബോണത്തും കൂടെ പൊക്കാനുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വൈപ്പർ ഇനി കുറച്ച് നേരം ഇങ്ങനെ ഗൈസ്. കുറേ നേരം ഇങ്ങനെ കിടന്നെങ്കിൽ നമുക്ക് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റ് വർക്ക് കണ്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം ഗൈസ്.
അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് വർക്കെല്ലാം വരുന്നത് ഗൈസ്. ഒന്നും പറയാനില്ലല്ലോ, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ വർക്കല്ലേ, നമ്മുടെ വർക്ക് സീനുള്ള. ആ മുന്നിൽ വണ്ടി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഞാൻ പോവാ. വണ്ടി ഉണ്ടോ? കാര്യമില്ല. ഓ ട്രാഫിക് വരുന്നുണ്ട്. ഞാൻ നോക്കിയില്ലായെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് പ്രശ്നമില്ല. നമുക്ക് റോഡ് നൈസായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് തന്നെ കേട്ടോ പോകാനുള്ള. ഞാൻ റോഡൊന്നും കാണില്ല കേട്ടോ. ആ ഓക്കെ. എങ്ങനെയുണ്ടോ നമ്മുടെ ലൈറ്റ് വർക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ തന്നെ കമൻറ്റ്. നമ്മുടെ ലൈറ്റ് വർക്ക് എങ്ങനെ ഉണ്ടെന്ന്. എക്കും കൂടെ ലൈറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അത് ബോറാവുമോ ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ? ബോറാന്ന് വിചാരിച്ചിട്ടോ ഞാൻ കൊടുക്കാൻ, അല്ലാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടല്ല. അല്ലാണ്ട് മാർക്ക് വേണ്ടിയൊന്നുമല്ല. അല്ലാണ്ട് എക്ക് മാത്രം ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എക്ക് കൊടുക്കാൻ എത്ര വേണം? അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വേണം. അധികം എന്തിനാ ഇത്രയൊക്കെ ആർഭാടല്ല, ഇതാണ് വൃത്തിയെന്ന് വിചാരിച്ച് വെച്ചതാണ്. നിങ്ങൾ ബോറാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അടുത്ത ബസ്സിന് ഞാൻ മാറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ലിപ്പ് അടി കിടന്ന് തട്ട് കേട്ടോ. ലിപ്പ് ഞാൻ അല്ലടേ അറിയാം, എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ എനിക്ക് അറിയാം, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. എന്തൊക്കെ അറിയാം. കുറച്ചൊക്കെ മാക്സിമം കഴിക്കുന്നത് ഇവിടെ വണ്ടി നോക്കണം. ഞാൻ വിചാരിച്ച അവിടെ വഴിയല്ലാന്ന് കേട്ടോ, ഇതിലൂടെ വണ്ടി വരുവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വലിയ ഡീസലൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. വണ്ടിയിലോട്ട് കിടന്ന് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. വണ്ടി അങ്ങോട്ട് വരണം. അത്ര വിശ്വാസം. ഓക്കെ. എന്താ മോനെ വരഹും മനസ്സും. ഇത് കണ്ട നിങ്ങൾ? ഇതല്ല, ഒന്ന് വണ്ണസ് അങ്ങോട്ട് ചേർന്നേന്ന്. ഓക്കെ, ചേർന്നില്ല. ഇപ്പം ചേർന്നോ? ഇപ്പോഴും ചേർന്നില്ല. ഇപ്പം അത് അത്ര ചേർന്നാൽ മതി. ഇത് കണ്ട നിങ്ങൾ? ഈ ഒരു തമ്പനയിൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനത് അവിടെ കാണിച്ചു തരാം. ഇത് കണ്ട? ഇതാണ് ഞാൻ റെഡിയാക്കി വെച്ച തമ്പനയിൽ. ഈ ഒരു തമ്പനയിലാണ് ഗൈസ് ഞാൻ വണ്ണസിൻ്റെ വരവിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ വോയിസ് അങ്ങോട്ട് കിട്ടിയില്ല. സംഭവം എൻ്റെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഓഡിയബിൾ ആയിരിക്കുമല്ലേ? വണ്ടീൻ്റെ സൗണ്ട് അധികമായിട്ട് തോന്നിയില്ലല്ലോ. അതാണ് അപ്പുറം സംഭവിച്ചത്. വണ്ടി മാറിക്കങ്ങോട്ട് ഇൻഡിക്കേറ്റർ മനുഷ്യർ പറ്റിക്കാൻ നോക്കുന്നു. വണ്ടി ഇവനൊക്കെ റോഡിൽ കൂടെ വണ്ടി കൊടുത്തിട്ട് പിന്നെ ലൈസൻസ് ആണോ കൊടുത്തത്? വെറുതെ ഇൻഡിക്കേറ്റർ കിട്ടും. നമുക്ക് ഈ ഒരു ഇതിൽ പോക്കിയാലോ? എങ്ങനെയുണ്ട്? ഇത് മനസ്സിലാവും. ആക്സിഡൻറ്റ് റൈഡാണല്ലേ മൊബൈലിലാണ് മനസ്സിലാവും. ക്യാമറ മാറ്റുന്നത് ഇവിടെ തന്നെ. ഗിയർ ഓടുന്നുണ്ടോടാ? ഇതൊന്ന് കൂട്ടാം. അത് തന്നെ മതി. ബ്രേക്ക് ഉണ്ടല്ലേ? അയ്യോ വളയുന്നില്ല. ഓക്കെ, സ്റ്റെയറിംഗ് ഒന്നും കാണില്ലടാ. ഓക്കെ. പെട്ടെന്നൊക്കെ ഒരു വളവ് വന്നപ്പോഴായി കിട്ടും. മിക്കവാറും ബ്രേക്കിനകത്ത് ഞാൻ ആവശ്യമായിട്ട് തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. നൈസാണ് കേട്ടോ ഇതിങ്ങനെ ഓടിക്കുക. എനിക്ക് കാണാനും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ എന്താ ചെയ്യാൻ, എനിക്കൊന്നും കംഫർട്ടബിൾ ഇല്ല. ഒന്നും മനസ്സിലായില്ല. സ്റ്റിയറിങ്ങൊക്കെ പേടിയാണ്. ഞാൻ പിടിച്ചില്ല. കുരിശ് നോക്കിയിട്ടാണ് കേസ് ഞാൻ സ്റ്റിയറിങ് കളിക്കുന്നത്. കുരിശിൻ്റെ എടുത്തോട്ടല്ല, ആ കുരിശിനെ നിൽക്കുന്നുണ്ടേ ഏകദേശം അതിൻ്റെ ഒരു ആംഗിൾ വെച്ചാൽ ഞാൻ വളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നോട്ടൊന്നല്ല, ഞാൻ ഈ ഫോണിൻ്റെ ഏതൊക്കെയാണ് സ്വിച്ച് വരുന്നത്. ഞാനിതാ പിന്നെ ഈ കണ്ണാടീൻ്റെ കുറച്ച് താഴെ. ആകെ അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടീൻ്റെ നേരെ താഴെ ബ്രേക്ക്. അതും പറയാം, കണ്ണാടീൻ്റെ റൈറ്റ് സൈഡ് കോർണർ താഴെയാണ്. ഇനിയിപ്പോൾ ഗിയർ മാറ്റുന്നത്. പഠിച്ചടാ നിങ്ങളാണ് ആ സീനുള്ളേ. കുരിശിൻ്റെ സേറിനൊന്നും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാനങ്ങനെ ഇല്ലാണ്ടായി. അവിടെ എനിക്ക് പേടി എന്താ അറിയോ? ഞാൻ ഇത്രയും സ്പീഡ് പോകുമ്പോൾ പെട്ടെന്ന് റിവേഴ്സ് ഗിയർ അങ്ങോട്ടുമല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിച്ചത് ഇതുണ്ടോ? പ്ലസ് നമ്മുടെ ഗിയർ കൂട്ടുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കംഫർട്ടബിൾ. അപ്പോൾ അത് ഇടാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ എവിടം വരെ പോകുന്നത് നോക്കാം. ഇപ്പോൾ തന്നെ ബസ്സിൻ്റെ ലൈഫ് ഏകദേശം കുറഞ്ഞതാണ്, 96 ക്യാമറ പറ്റുന്ന ഇവിടെയല്ല. പഠിച്ചടാ മാറാ. ഡോറ് വരുന്നോ? ക്യാമറ വിടില്ല അമ്പടാ. ഓക്കെ, കിട്ടിയോ? ഇല്ല, കഴിച്ച് എടാ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഡോർ. പോയാ? സോറി, ലോഡിംഗ് ആണ്. അപ്പോൾ ഈ ലോഡിംഗ് ഒന്ന് ഞാൻ ഒഴിവാക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ചാർജിന് 7% ഗിയർ തന്നെയല്ലേ ഡൗൺ ചെയ്ത്. ഓക്കെ, കണ്ണും വീട്ടൊക്കെ പിടിച്ചൊക്കെ നിൽക്കട്ടെ. എവിടെയൊക്കെ വരട്ടെ കഴിയാനാണ്. ഇവിടെ പെർഫെക്റ്റ്. ഓക്കെ, ഓവർ
അപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നിർത്താം. ഇപ്പോൾ തന്നെ ഒരു 40 മിനിറ്റിന് മുകളിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്തേണ്ടത് കൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇതെന്താടാ എന്താ ഇങ്ങനെ മച്ചാ റെയിൽവേ ട്രാക്കിലോട്ട് ഇറക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു, പറ്റിയില്ല. പാലക്കാടൻസ് ഓൾ ദ ബെസ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ തന്നെ നിർത്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹൈപ്പ് നമ്മുടെ ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യുക. ഉള്ളതെല്ലാം ഇവിടെ പിടിച്ച് ഞെക്കിക്കാതെ നമുക്ക് പവർ വരണ്ടേ. പടം പെട്ടെ അല്ല ലൈക്കും സബ്സ്ക്രൈബും പെട്ടെ പവർ വരട്ടെ. അപ്പോൾ എല്ലാവരും പവർ തരൂ. നിങ്ങളുടെ അണ്ണാൽ പവറാണ് കേസ് വേണ്ടത്. പവർ തരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ലൈക്കൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ടുഡേ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വേണ്ട പൊക്കോ. ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നത്. ഗിയർ മാറണം. ഇവരെ കൂടെ ഓവർടേക്ക് ചെയ്ത് നിർത്താം. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. സൈഡ് പറ്റൂടെ? ഓക്കെ വേഗം പോട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.